ഇതൊരു സൺഡേ വ്ളോഗാണ്. അപ്പം സൺഡേ ആയപ്പം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ തോന്നി. അപ്പം ഞങ്ങൾ സൺഡേ ഒന്നും കാത്തു നിൽക്കാറില്ല. എപ്പോഴാണോ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാൻ തോന്നുന്നത് ആ ദിവസങ്ങളിലൊക്കെ സ്പെഷ്യൽ ആക്കാറുണ്ട്. ഈ ഒരു സൺഡേ അപ്പം എന്തായാലും ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പം ഏട്ടൻ കുറച്ച് ലിവറും കൂടെ വാങ്ങിച്ചു കേട്ടോ. അപ്പം ലിവറിൻ്റെ അടിപൊളി കുരുമുളകിട്ട് വരട്ടിയ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. ഈ ചിക്കൻ കറീൻ്റെ വീഡിയോയുടെ എനിക്ക് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനിടയിൽ ഒരുപാട് വീഡിയോസൊക്കെ കൈ കിട്ടിയപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടു കേട്ടോ. അപ്പം നമുക്കൊരു അടിപൊളി വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പം ഞാൻ നല്ല വേവുള്ള ചിക്കനാണ്. അത് ഞാൻ എല്ലാം കൂടെ ഇട്ടിട്ട് വിസിലടിക്കാൻ വെച്ചിട്ട് കേട്ടോ, മഞ്ഞളും കുരുമുളകും ഒക്കെ ഇട്ടിട്ട്. അപ്പോഴേക്ക് ഇതാ കുറച്ച് കാബേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ വറക്കണം കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നമുളകും ജീരകവും പട്ടയും ഗ്രാമ്പും തേങ്ങയും ചെറിയുള്ളിയും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ തേങ്ങേൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അടിക്കണം. അപ്പോൾ അതേ പാനിലേക്ക് ഇനി നമുക്കിതിൻ്റെ മസാലയും കൂടെ വറുത്തെടുക്കാം. ഞാൻ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇടുമ്പം പറയാറുണ്ട്, മസാലകൾ ഇങ്ങനെ വറുത്തിട്ട് ചിക്കൻ കറിയിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയപ്പോൾ മസാലപ്പൊടികളെല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒഴിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തേങ്ങ അരയ്ക്കണ്ടേ. അപ്പോൾ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് മിക്സിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അരച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേഗം പോയി അരച്ച് വന്നിട്ട് അത് നേരെ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കാൻ, നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കരിവേപ്പിലി മല്ലിയില എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ നന്നായിട്ട് തിളക്കട്ടെ. അപ്പോഴേക്ക് നമുക്കിതൊന്ന് വറവും കൂടെ കേട്ടോ. തേങ്ങാക്കൊത്തിട്ട് വറവിടുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ.